റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസ്. അതാണ് ഈ മണിക്കൂറിലെയും പ്രധാനപ്പെട്ട വാർത്ത. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന യുവ ഡോക്ടറുടെ പരാതിയിലാണ് തൃക്കാക്കര പോലീസ് കേസെടുത്തത്. പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ്. ലഹരി നൽകിയാണ് കൊച്ചിയിലും കോഴിക്കോടും വെച്ച് പീഡിപ്പിച്ചതെന്നാണ് യുവതിയുടെ മൊഴി. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിന്റെ ഒരു പോക്കേ. 2021 മുതൽ 23 വരെ പലപ്പോഴായി യുവതിയുടെ വീട്ടിൽ വെച്ചും മേലൂരിലുള്ള സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചും പീഡിപ്പിച്ചു. ഒരു ദിവസം നിന്നെ ഞാൻ സത്യമംഗലം കാടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. എന്റെ വീരപ്പനെ കാണിക്കാൻ. 2023 താൻ ടോക്സിക് ആണെന്ന് പറഞ്ഞ് ഒഴിവാക്കിയെന്നും യുവതി. വേടന് ആൽബം ഇറക്കാൻ സാമ്പത്തിക സഹായം നൽകിയെന്നും പലപ്പോഴായി പണം നൽകിയിട്ടുണ്ടെന്നും യുവതി പോലീസിനോട് പറഞ്ഞു. പണം എനിക്കൊരു പ്രശ്നമല്ല. റാപ്പർ വേടനെതിരായ ലൈംഗിക അതിക്രമ കേസിന് പിന്നാലെ പരാതിക്കാരിക്കെതിരെ അതിരൂക്ഷ സൈബർ ആക്രമണം നടക്കുകയാണെന്ന് പരാതിക്കാരിയുടെ അഭിഭാഷക. പലരും യുവതിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറുന്നു. സംരക്ഷണം തേടി ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനമെന്നും അഭിഭാഷക വ്യക്തമാക്കി. കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് പരാതിക്കാരി കടന്നു പോകുന്നതെന്നും അഭിഭാഷക വ്യക്തമാക്കി. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് വേടനുമായി സൗഹൃദം ആരംഭിച്ചതെന്നും പരിചയത്തിനൊടുവിൽ കോഴിക്കോട്ടെ ഫ്ളാറ്റിൽ വെച്ച് വേടൻ ബലാത്സംഗം ചെയ്തുവെന്നുമാണ് മൊഴി. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ആദ്യമായി തന്നെ ചുംബിച്ചത് പോലും അനുവാദമില്ലാതെയാണ്. ആദ്യം താനുമായി ലൈംഗിക ബന്ധമുണ്ടായതും അത്തരത്തിലായിരുന്നുവെന്നും യുവതി പരാതിയിൽ പറയുന്നു. അങ്ങനെയൊക്കെ വഴിയില്ലോ. സത്യം പറഞ്ഞോണം, ഉരുണ്ട് കളിക്കരുത്. ഞാൻ വേടന്റെ പാട്ടുകളോടും നിലപാടുകളോടും തോന്നിയ ആരാധനയെ തുടർന്നാണ് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെടുന്നത്. കോമഡി, പാട്ട്, ചിത്രം വര ഇതെല്ലാം പെൺകുട്ടികളുടെ വീക്ക്നെസ്സാണ്. അതറിയാവുന്ന ചെറുപ്പക്കാർ ഈ നമ്പറുകളെല്ലാം പ്രയോഗിക്കും. 2023 ജൂലൈ മാസത്തിൽ വേടൻ കൊച്ചിയിലെ പരിപാടി കഴിഞ്ഞ് തന്റെ താമസ സ്ഥലത്തെത്തുകയും തനിക്ക് വേറെയും ബന്ധങ്ങളുണ്ടെന്നും ബന്ധങ്ങൾക്ക് നീ ഒരു തടസ്സമാണെന്നും പറഞ്ഞു. വളരെ ടോക്സിക്കായ റിലേഷൻഷിപ്പാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ടാണ് തന്റെ മുമ്പിൽ നിന്ന് വേടൻ ഇറങ്ങിപ്പോയത്. താൻ ടോക്സിക് ആണെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. മറ്റുള്ള പെൺകുട്ടികളുമായി സെക്സ് ചെയ്യാൻ തന്നെ അനുവദിക്കുന്നില്ലെന്നും വേടൻ സുഹൃത്തുക്കളോട് പറഞ്ഞതായും യുവതി ആരോപിക്കുന്നു. നിന്റെ തൊലിക്കറുപ്പും സൗന്ദര്യലായ്മയും കണ്ട് ഞാൻ അങ്ങോട്ട് മയങ്ങുന്നു നീ വിചാരിച്ചോ? വേടന്റെ പാട്ടിനോ രാഷ്ട്രീയത്തിനോ എതിരെയല്ല പരാതി നൽകിയത്. വ്യക്തിപരമായി നേരിട്ട ദുരനുഭവത്തിലാണ് പരാതിയെന്നും സ്വകാര്യതയെ മാനിക്കണമെന്നും അഭിഭാഷക വ്യക്തമാക്കി. ഉന്നെ മട്ടും കാതലിച്ച മറ്റു സുന്ദരിമാരെന്നോട് പിണങ്ങൂല്ലേ? എല്ലാ കസ്റ്റമേഴ്സിനെയും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യണം എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്.